തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാൻ. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാൻ. ആ കൊള്ളാം. സ്വന്തം പെണ്ണും പിള്ളയുടെ നൊയമ്പ് മുടക്കാത്ത ആളാ തമ്പുരാട്ടിയുടെ നൊയമ്പ് മുടക്കുന്നത്. ഒന്ന് മിണ്ടാതിരി മനുഷ്യ. ഹണി, നീ അമ്പലത്തിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ? ഷട്ടറൊക്കെ ഒച്ചയൊന്നും ഞാൻ കേട്ടില്ലല്ലോടി. അതെങ്ങനെ കേൾക്കാനാ? നിങ്ങൾ ഇവിടെ തമ്പുരാട്ടിയുടെ നൊയമ്പ് മുടക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? അല്ല, നിങ്ങളിത് എന്തോ കാണിക്കോ മനുഷ്യ? ഞാൻ അമ്പലത്തിൽ പോയപ്പം തുടങ്ങിയതാണല്ലോ കറി വെക്കാൻ. ഇതുവരെ ഒന്നും ആയില്ലയോ? അത് പിന്നെ ഒരു ചുമട് പാത്രം കഴുകാനില്ലായിരുന്നോടി. ഇതെന്താ, ഉരുളക്കിഴങ്ങോ? അപ്പൊ ഇന്നും സാമ്പാറാ? ഒരു ദിവസം ഞാൻ ഓഫായിട്ട് വീട്ടിലിരിക്കുമ്പോഴേലും എന്തേലും എനിക്ക് വായിക്ക് രുചിയുള്ളത് ഉണ്ടാക്കിത്താ മനുഷ്യ. ദൈവമേ, എന്നാണോ എനിക്ക് ഈ സാമ്പാറിൽ നിന്നൊരു മോചനം? അത് നീ എനിക്കിട്ടും താങ്ങിയാന്നല്ലോടി. നീ എന്തോ ഉദ്ദേശിച്ചേ? ആ, ഉദ്ദേശിച്ചിട്ട് കാര്യമില്ലല്ലോ, നടക്കണ്ടേ. എന്തൊരു പ്രപഞ്ചമായിരുന്നു. അമേരിക്കയ്ക്കും പോവാന്നും പറഞ്ഞോണ്ട് സൂട്ടും കോട്ടും തയ്പ്പിക്കുന്നു, നാട്ടുകാരോടെല്ലാം പറയുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ടോ ഈ മുടിഞ്ഞ അടുക്കള പണി. ഇതെങ്ങാനും നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ആ അടുക്കളക്കാർ ശാന്തയുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാമായിരുന്നു. ആ, ശാന്തയുടെ അടുത്ത് പഠിക്കാൻ പോയതിനെ കുറിച്ചൊന്നും എന്നെ കൊണ്ട് പറയിക്കരുതേ. അതല്ലേ മനുഷ്യ നിങ്ങളുടെ തലയിലെ ഈ മുഴ. എന്നിട്ടോ പശു ചവിട്ടിയതാന്ന്. ആ, ഇനി അതേ കയറി പിടിച്ചു. എന്റെ കമ്മു, നീ എനിക്കിത്തിരി സ്വൈര്യം താ. ഞാൻ പറയുന്നതിനാണോ കുഴപ്പം? കൃഷി ചെയ്യാനാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് വലിയ ബാക്കിയോടുള്ള വീട് മേടിപ്പിച്ചിട്ട് ട്രാഷ് എടുത്ത് വെക്കാനല്ല നിങ്ങൾ പുറത്തിറങ്ങാറുണ്ടോ മനുഷ്യ? അതൊക്കെ അപ്പുറത്തെ ജോസിനെ കണ്ട് പഠിക്കുക. എന്തോ ഒരു കൃഷിയാ, എപ്പം നോക്കിയാലും അങ്ങേര് ബാക്കിയാടില്ല. അതെ, അവന് കൃഷിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലടി. ആ സൂസി ഉണ്ടല്ലോ, അവനെ അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. അല്ലേലും നിനക്ക് കണ്ടോളുമാരെ ഭർത്താക്കന്മാരെ സ്ഥലം പൊക്കിപ്പറിച്ചിൽ കൂടുതലാ. ഉള്ളത് പറയുമ്പം കള്ളിക്ക് തുള്ളലാ. ഹലോ ഹലോ, ഞാൻ സൂസിയാണേ. സൂസി, എന്തുണ്ട് വിശേഷം? സുഖം. കമലയുണ്ടോ അവിടെ? ഉണ്ട്, ഒരു മിനിറ്റ്. നടി, നിനക്ക് ഫോൺ. ഹായ് സൂസി, എന്തുണ്ട് വിശേഷം? ഇന്ന് ഡ്യൂട്ടിയൊന്നും ഇല്ലേ? ഇന്ന് അച്ചായൻ പറഞ്ഞു പോകണ്ടെന്നേ, അതുകൊണ്ട് ഞാൻ വിളിച്ചങ്ങ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ വിളിച്ചതേ, ഞാനും അച്ചായനും കൂടി നാളെ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. നീ വരുന്നോ? അയ്യോ, ഞാനോ? ഞാൻ ബ്യൂട്ടി പാർലറൊന്നും പോകാറില്ലടി. എനിക്കാണെ ഈ മുഖത്ത് അതും ഇതൊന്നും തേക്കുന്ന ഇഷ്ടവേ ഇല്ല. എന്നാ ശരി, വയ്ക്കട്ടെ. ബൈ. ഓക്കെ, ബൈ. ബൈ. അവളെ ഡ്യൂട്ടി ക്യാൻസൽ ചെയ്തെന്ന്. അവളാ ഡ്യൂട്ടി ക്യാൻസൽ ചെയ്യുന്നത്. സ്റ്റാഫിങ്ങിൽ നിന്ന് വിളിച്ച് ഇന്ന് അങ്ങോട്ട് എഴുന്നള്ളുണ്ടെന്ന് പറഞ്ഞു കാണും. അല്ലേ അവളല്ലേ പോകാതിരിക്കുന്നത് ഭർത്താവിന്റെ കൂടെ ഇരിക്കാൻ. കേട്ടോ, എന്നെ ഒന്നും ബ്യൂട്ടി പാർലറിൽ കൊണ്ടാകാവുന്നേ. എൻ്റെ മുഖമെല്ലാം കണ്ട കറുത്ത് കരിവാളിച്ചിരിക്കുന്നത്. ആ, അതിന്റെ ഒരു കുറവേ ഉള്ളൂ ബ്യൂട്ടി പാർലറിൽ പോകാത്തതിന്റെ. പിന്നെ ഒരു ഗുണമുണ്ട്, നീ വെളുത്തില്ലേലും നമ്മുടെ കുടുംബം വെളുത്തു. അല്ലേലും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കല്യാണത്തിന് മുമ്പ് എന്നെ കാണാൻ എങ്ങനെ ഇരുന്നതാ. അതെങ്ങനാ? ഓരോ കാർക്കോടകന്മാരുടെ കൈ പൂ പോലുള്ള പെൺപിള്ളാരെ കിട്ടിയാൽ കുരങ്ങന്റെ കൈ പൂമാല കിട്ടിയ പോലെ ആകും. ആ ജോസാണ് സൂസിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നതും പുരുകം പ്ലക്ക് ചെയ്യുന്നതും പിന്നെ ആഴ്ചതോറും അവളെയും കൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നതും ദേവതയെ പോലെ അവളെയും കൊണ്ട് നടക്കുന്നത്. ആ, അനുഭവിക്കാനും ഒരു യോഗം വേണം. ദേവതയെ പോലെ? ആ, അവൻ അമ്പലം പണിയാൻ പോവാന്ന് കേട്ടു. ഓരോ പെങ്കോന്നന്മാരെ പെണ്ണുമ്പിള്ളയും കെട്ടിയെടുത്ത് നിന്നിച്ചോണ്ട് നടന്നോളും. പാപ്പാൻ ആനയും കൊണ്ട് നടക്കുന്ന പോലെ കുടുംബകലം ഉണ്ടാക്കാൻ. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനാ? ഭാര്യയോട് സ്നേഹം വേണം. ബാക്കിയുള്ള കാശ് കൊടുത്ത് വീട് മേടിച്ചിട്ടെന്നല്ലാതെ ഇതുവരെ സമാധാനമായിട്ട് ഒരു ദിവസം നേരെ ചെയ്ത് കിടന്നുറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഓവർ ടൈം ചെയ്തെൻ്റെ നടു ഒടിഞ്ഞു. നാട്ടിൽ പോയൊന്ന് തിരുമിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. കേട്ട ഭാവമില്ല. എന്നിട്ട് വേണം നിന്റെ തിരുമ നാട്ടുകാർ യൂട്യൂബുകൾ കാണാൻ. എടി ഭാര്യയെ, എടി ഞാൻ അങ്ങ് തിരുമ്മി തരാമെന്ന്. നിങ്ങളുടെ തിരുമ 10-16 വർഷമായി നിങ്ങൾ തിരുമ്മി ഞാൻ ഈ പരുവത്തിലായി. ഇനി കൂടുതൽ തിരുമാൻ വരല്ലേ? കുറെ നേരമായി
ഇന്നാ കൊണ്ടേ കറി വെക്ക. എല്ലാം റെഡി ആയിട്ട് എന്നെ വിളിച്ചാൽ മതി. അതെ, കുങ്കുമപ്പൂ തുടങ്ങാറായി. ഞാൻ കുങ്കുമപ്പൂ കാണാൻ പോവുകയാണേ. എന്നെ ശല്യം ചെയ്തേക്കരുതേ. ആ, നീ കുങ്കുമപ്പൂവോ ചെമ്പരത്തിപ്പൂവോ എന്തെങ്കിലും കാണ്. നീ ജനിച്ചപ്പോ തുടങ്ങിയ സീരിയലല്ലയോ? നിന്നെ പോലെ കുറെ എണ്ണം ഇത് കാണാനുള്ളതുകൊണ്ടാ ഇവന്മാരി ദ്രൗപതിയുടെ ചേല പോലെ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത്. ഈ സീരിയൽ കണ്ടുപിടിച്ചോനെ വെടി വെച്ച് കൊല്ലണം. അടിക്കുന്നു. ഡ്യൂട്ടി ഇല്ലാത്തപ്പോ മനസമാധാനത്തോടെ ബാക്കിയുള്ളവൻ ഒരു സീരിയല് കാണാമെന്ന് വെച്ചതാ. അപ്പൊ ആരെയും ഒക്കെ വലിഞ്ഞു കയറി വന്നോളൂ. ഇവരൊന്നും ഒരു പണിയില്ലേ. അതാണ് ഫ്രണ്ട്സ് വല്ലവരും ആയിരിക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോയെന്ന് പറഞ്ഞ് കമ്പനി കൂടാൻ വന്നതാ. ഇന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ട് തന്നെ കാര്യം. ആ അല്ല, ഇതാരൊക്കെയാ? എന്താ എല്ലാരും കൂടെ? വാ വാ ഇരിക്കെ. ഓണാക്കല്ലേ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നാന്നേ. അത് നോണ ഏതാണ്ട് കോളുമായിട്ട് ഇറങ്ങിയതാ. പേടിക്കണ്ട കമലേ, നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ ഗോവിന്ദൻകുട്ടി എന്തിയേ? അതെ, ഗോഡൻ എപ്പോഴും ഫേസ്ബുക്കിലാണേ സോഷ്യൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക. അറിയാമോ, അത് ഞാനിപ്പോ 2000 ഫ്രണ്ട്സ് ആയി. 10-4 പേരെ എനിക്ക് ശരിയാക്കി തന്നു കേട്ടോ. ഗോട്ടാ ഗോട്ടാ. എന്തെല്ലാരും കൂടി നീ ഇവിടെ ഉണ്ടോ? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. എന്നാ എന്റെ പറയാൻ എന്റെ ഗോകു, ഞങ്ങൾ ഈ വർഷത്തെ കർഷകശ്രീയെ തപ്പി ഇറങ്ങിയത്. നമ്മുടെ അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടിയിൽ വെച്ച് ഒരു അവാർഡും പൊന്നാടയൊക്കെ നൽകി ആദരിക്കാനാണ് ഞങ്ങൾക്ക് തീരുമാനം. അപ്പൊ ഈ വർഷത്തെ കർഷകശ്രീയെ ഞങ്ങൾ നോക്കുന്നത്. ഇവിടെ ആരാ ഇപ്പം കർഷകരുള്ളത്? നാട്ടിലായിരുന്നു എന്റെ അമ്മായിയച്ഛന് കൊടുക്കാറുണ്ട്. അങ്ങനെ നല്ല കർഷകനാ കേട്ടോ. ഗോവിന്റെ ഈ വർഷത്തെ കൃഷിയൊക്കെ അടിപൊളിയാണെന്നാണല്ലോ കേട്ടത്. ഈ ഗോവിന് ഒരു അവാർഡൊക്കെ കിട്ടുന്നതിന്റെ ഒരു സുഖമല്ലേ എന്റെ കമലേ? കൊള്ളാം. താൻ വെറുതെ ആസാകല്ലേ. ഇവിടെ ആസ്ഥാന കൃഷിക്കാരൊക്കെ ഉള്ളപ്പം നമ്മളെയൊക്കെ ആര് പരിഗണിക്കാൻ? ഓ, അതൊക്കെ നമുക്കൊരു പരുവത്തിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ. താനൊന്ന് നിന്നാ മതി. ഓ, നമുക്കിതിലൊന്നും വലിയ താല്പര്യമില്ലേ. കോട്ടാ, ഇങ്ങോട്ടൊന്ന് വരുവോ? നിങ്ങൾ ഇരിക്കേ, ഒരു മിനിറ്റ്. എന്താ ഹണി? മനുഷ്യ, നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് ഈ ജന്മത്ത് ഒരു അവാർഡോ പൊന്നാടയോ പോയിട്ടൊരു പാവാട പോലും കിട്ടാൻ പോകുന്നില്ല. വല്ലവരും ഇങ്ങോട്ട് വന്ന് അവാർഡ് തരാമെന്ന് പറഞ്ഞ് അപ്പോടൊക്കെ വർത്താനം പറയും. ഇങ്ങനൊരു മനുഷ്യൻ. നീ എന്ത് ഉദ്ദേശിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾക്കല്ലേലും ഒന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് എന്നാ മനുഷ്യ ഒരു അവാർഡ് കിട്ടിയാൽ പുളിക്കുവോ? ആ രാധയുടെ കെട്ടിയോ ഇന്നാള് തീറ്റ മത്സരത്തിനെങ്ങാണ്ട് ഒരു അവാർഡ് കിട്ടിയെന്നും പറഞ്ഞു എന്തോ ഇളക്കമായിരുന്നു. വാർഡ് ചെന്നാൽ അതിൻ്റെ പുങ്ങച്ചേ ഉള്ളായിരുന്നു കേൾക്കാം. ഇപ്പം ദൈവമായിട്ട് അവളുമാരുടെയൊക്കെ മുമ്പിൽ ഒന്നാളാകാൻ എനിക്കൊരവസരം കൊണ്ടുവന്ന് തന്നതാ. നിങ്ങളവിടെ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ ഡീൽ ചെയ്തോളാം. ഇങ്ങനെ ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളത്തില്ലാത്തൊരു മനുഷ്യൻ. നീ എന്നെ ഉളക്കട മൂടിയില്ലോ, അങ്ങ് ചെയ്യേ. അയ്യോ സോറി കേട്ടോ. കുടിക്കാൻ എന്നെ എടുക്കേണ്ടത്? ജ്യൂസോ ചായയോ? ഒന്നും വേണ്ടേ, ഞങ്ങളിപ്പോ കഴിച്ചതേ ഉള്ളൂ. അപ്പൊ അതങ്ങ് ഉറപ്പിച്ചു. ഈ വർഷത്തെ കർഷകശ്രീ ഗോവിന്ദൻകുട്ടി തന്നെ. അതെ ഷാജി, ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ, പ്രത്യേകിച്ചും എനിക്ക്. അല്ലേ കോട്ടാ? ഓ, എന്നാലും കമലേ, ഈ ജനങ്ങളുടെയൊക്കെ മുമ്പിൽ ആ കർഷകശ്രീയുടെ തലയെക്കെട്ടൊക്കെ ഒന്ന് കെട്ടി പൊന്നാടയൊക്കെ ഒന്ന് അണിഞ്ഞ് അവാർഡൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു അന്തസ്സല്ലേ? ആ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങോട്ട് നടക്കട്ടെ. അപ്പം അവാർഡിന്റെ കാര്യം അങ്ങ് ഉറപ്പിച്ചു. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ അന്ന് രാവിലെ നിങ്ങളെല്ലാവരും അങ്ങ് വന്നേക്കണം. പിന്നെ ഈ പ്രാവശ്യത്തെ ഓണപരിപാടി നമ്മുടെ ഗോവിന്ദൻകുട്ടിയാ സ്പോൺസർ ചെയ്യുന്നത്. സ്പോൺസറോ? ഞാനോ? അതൊന്നും ശരിയാവത്തില്ല. ഗോവിന്ദൻകുട്ടി ഒരു പാലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ഇനി മറുത്തൊന്നും പറയണ്ട. ഇപ്രാവശ്യത്തെ അവാർഡ് ഗോവിന്ദൻകുട്ടിക്ക് തന്നെ. അതാ ഇത് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങ്. എന്നിട്ട് ഒരു ചെക്ക് എഴുതി വെക്ക്. ഞാൻ ഞായറാഴ്ച വന്നിട്ട് രാവിലെ അത് വാങ്ങിക്കോളാം. അപ്പോൾ ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. എന്നാ ഇനി ഒരുപാട് വീടുകളിലൊക്കെ പോകാനുള്ളതാണ്. കമലയോട് പറഞ്ഞേക്കണം ഞങ്ങൾ പോവാണ്. എന്റെ ശ്രീപത്നാഭ, ഇത് പണി കിട്ടിയല്ലോ. കമ്മുവേ, എടി കമ്മു, എടി ഇങ്ങോട്ട് വന്നേടി. നീ അറിഞ്ഞോ, ഈ
അസോസിയേഷന്റെ കർഷകശ്രീ അവാർഡേ ഇവിടുത്തെ ഗോട്ടനാ. ഞാൻ നിന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നീ ആരോടും പറയൊന്നും വേണ്ട. എനിക്ക് എല്ലാവരെയും പോലെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന ഇഷ്ടമില്ലെന്ന് നിനക്കറിയാലോ. ഓക്കെ, എന്നാ വെക്കട്ടെ. അവളോട് പറഞ്ഞാലേ അരമണിക്കൂറിനുള്ള അരിസോണ മൊത്തം അറിയും. പിന്നെ വേറെ പബ്ലിസിറ്റിയുടെ ഒരാവശ്യമില്ല. അല്ല, നിങ്ങളെന്തോ മനുഷ്യ വിളിച്ചു പോകുന്നത്? സന്തോഷം വന്നാൽ ഇങ്ങനെയുണ്ടോ? ഇന്നാ ഇത് പിടിക്ക്, നീ ഇവിടെ കുറച്ച് സന്തോഷിക്ക്. വെറുതെ കിട്ടിയ കർഷകശ്രീയുടെ റെസിപ്റ്റാ. ഒരു കർഷകശ്രീക്ക് $2000? $2000 ആയ എന്നാടി? നിനക്ക് ആ സൂസിയുടെ മുമ്പിലൊക്കെ ഒന്ന് ഞെളിഞ്ഞ് നിൽക്കാമല്ലോ. ആ, ഏതായാലും ഞാനൊരു 2-3 ഓവർ ടൈം കൂടുതൽ ചെയ്യേണ്ടി വരും. എന്നാലെന്നാ, ഒരു കർഷകശ്രീ കിട്ടിയില്ലയോ? ആര് ഈ സമയത്ത്? ഇതാരാ, മാവേലി തമ്പുരാനോ? മാവേലി തമ്പുരാനോ? അതേടോ, എന്നെ ആ അസോസിയേഷൻകാര് വെറുതെ വിട്ടില്ലടോ. എനിക്കും തന്നടോ ഒരു കർഷകശ്രീ.